പിണറായി വിജയ, നിങ്ങൾ അഭിമുഖീകരിച്ച അതേ പ്രശ്നം ഞാനും അഭിമുഖീകരിച്ചില്ലേ? നിങ്ങൾ കേന്ദ്രത്തിനെതിരെ സംസാരിക്കുമെന്നത് കൊണ്ട് നിങ്ങളുടെ മകളുടെ പേരിൽ കേസെടുത്തു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ എതിർത്തതിന്റെ പേരിലാണല്ലോ എന്റെ പേരിൽ കേസെടുത്തത്. എന്നിട്ട് നിങ്ങൾ കേസെടുത്തിട്ട് ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഞാൻ മിണ്ടാതിരുന്നോ? ഞാൻ എന്റെ വർത്താനം ചുരുക്കിയോ? ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു ആരോപണം ഞാൻ കുറച്ചോ? ഞാൻ അതേ ഒച്ചയിൽ അതേ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാര്യമെന്ത്? എനിക്ക് ഭയമില്ല, എന്റെ മടിയിൽ കനവില്ല. അതുപോലെ പിണറായി വിജയൻ എന്താ പറയാതിരിക്കാൻ പറ്റാത്തത്? മോള് ജയിലിൽ പോയി കിടക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, നിങ്ങൾ ശബ്ദിക്കാതിരിക്കുന്നത്. കാരണം നിങ്ങളുടെ മടിയിൽ കനമുണ്ട്. നിങ്ങൾ കള്ളത്തരം ചെയ്തിട്ടുണ്ട്. എനിക്കത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ ഈ രാജ്യത്തിലെ നീതിപീഠത്തിന്റെ അടുക്കൽ പോകാനും അത് തെളിയിക്കാനും സാധിച്ചു. കാര്യമെന്തേ? അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാൻ ധൈര്യമില്ല, നിങ്ങൾ മിണ്ടില്ല. ഞാൻ ഈ നാട്ടിലെ സഖാക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന വ്യക്തതയുള്ള ഒരു രാഷ്ട്രീയം എന്താണെന്ന് അറിയുമോ? മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു. ബീഹാറിൽ, ഉത്തർപ്രദേശിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ പീഡിപ്പിച്ചു. ആ സമയത്ത് അവിടെ ചെന്നത് രാഹുലാണ്. അവരെ ചേർത്ത് പിടിച്ചത് രാഹുലാണ്. നെഞ്ചിലേക്ക് അടുക്കി പിടിച്ച് അവന്റെ ഹൃദയ സ്പന്ദനം തൊട്ടറിഞ്ഞ് അവനോട് പറഞ്ഞു, ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ മൈനോറിറ്റിയാണ്, പക്ഷേ നിങ്ങൾ ഇന്ത്യക്കാരാണ്, ഈ രാജ്യത്തിന്റെ മക്കളാണ്, നിങ്ങൾക്കൊരു വേദനയുണ്ടാകാൻ എന്റെ കൂടെ വേദനയാണ്. അതൊരു കൃത്യതയല്ലേ? അതൊരു വ്യക്തതയല്ലേ? ഞങ്ങൾ മുസ്ലിങ്ങൾ ഞങ്ങളെ അനാവശ്യമായി ചൊറിയാൻ, മറ്റൊരു സമുദായത്തിനും വേദനയില്ലാത്ത വിഷയത്തിൽ നിങ്ങൾ കാണിച്ച ചൊറിച്ചിലായിരുന്നു NRC, നിങ്ങൾ കാണിച്ച ചൊറിച്ചിലായിരുന്നു വഖഫ് ബില്ല്. ആ ബില്ല് വന്നപ്പോ ഞങ്ങൾക്ക് പാർലമെന്റിൽ ആരാ ഉള്ളത്? എത്ര പേർ? ഞങ്ങളുടെ ധീരന്മാരായ നേതാക്കന്മാരുണ്ട്. E.T. മുഹമ്മദ് ബഷീർ സാഹിബുണ്ട്, മനോഹരമായി പ്രസംഗിക്കാൻ കഴിയുന്ന സമദാനി സാഹിബുണ്ട്. ഞങ്ങൾക്ക് രാജ്യസഭയിൽ MP മാരുണ്ട്, അതുപോലെ ഖനിയുണ്ട്, എല്ലാവരും ഉണ്ട്. രാഹുൽ പറഞ്ഞത് ഇന്ത്യയുടെ പാർലമെന്റിലെ ഹിന്ദു സഹോദരന്മാർ, പാർലമെന്റിലെ MP മാർ പറഞ്ഞത്. എന്ത് ബഷീർ സാഹിബ് അവിടെ ഇരുന്നോ? നിങ്ങൾ അവിടെ ഇരുന്നോ? ആ മുസ്ലിങ്ങളെ ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തിന്റെ മതേതര സമൂഹം അവർക്ക് വേണ്ടി സംസാരിച്ചു. ഇന്ത്യയുടെ പാർലമെന്റിലെ വഖഫ് ബില്ലിലെ ഏറ്റവും മനോഹരമായ പ്രസംഗം ഒരു മുസ്ലിമിന്റെതല്ല. അറിയണം നിങ്ങൾ, ഒരു മുസ്ലിമിന്റെതല്ല.